പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളുടെ ആറാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട മൂന്ന് സംഘടനകൾ നമ്മൾ പഠിച്ചു അല്ലേ? യൂറോപ്യൻ യൂണിയൻ, സാർക്ക്, കൂടാതെ ഇന്റർപോൾ. ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ഇന്റർപോൾ അന്വേഷണ വിധേയമായി പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട വിവിധ തരം നോട്ടീസുകൾ പഠിച്ചുറപ്പിച്ചു. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. റയറായിട്ട് ചോദിച്ചിട്ടുണ്ട് PSC. അപ്പോഴൊക്കെ അത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ടുമുണ്ട്. ഓക്കെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്നവയുമാണ്. ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചുറപ്പിക്കുന്നത് രണ്ട് സംഘടനകളാണ്. കോമൺവെൽത്ത് പ്രസ്ഥാനവും അതോടൊപ്പം ചേരിചേര പ്രസ്ഥാനവും. ആരംഭിച്ചാലോ? കോമൺവെൽത്ത് എന്ന സംഘടനയിലും ചേരിചേര പ്രസ്ഥാനത്തിലും സജീവ അംഗമാണ് ഇന്ത്യ എന്ന് പറയുക. ആദ്യം നമുക്ക് കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ പറയാം ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്ത് കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. കാരണം ബ്രിട്ടീഷുകാര് ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ അംഗങ്ങളായ പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല, ബ്രിട്ടീഷ് കോളനികളായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ പറയാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ കോളനികളായിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ. പിൽക്കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കോമൺവെൽത്തിൽ അംഗങ്ങളായിട്ടുള്ള ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുക. കേട്ടോ? അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ അഥവാ ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ. എന്നാൽ ബ്രിട്ടീഷ് കോളനി അല്ലാത്ത അംഗരാജ്യങ്ങളും കോമൺവെൽത്തിലുണ്ട്. ആരൊക്കെ? മൊസംബിക്കും റുവാണ്ടയും. ബ്രിട്ടീഷുകാരുടെ കോളനി അല്ലാത്ത എന്നാൽ കോമൺവെൽത്ത് എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങളാണ് മൊസംബിക്കും റുവാണ്ടയും. കോമൺവെൽത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹാരോൾഡ് വിൽസൺ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ഹാരോൾഡ് വിൽസൺ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചാലോ എന്നൊരു ആശയം അല്ലെങ്കിൽ ചർച്ച ബ്രിട്ടനിൽ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ 1926 കേട്ടോ. അപ്പോൾ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ അഥവാ ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ. ബ്രിട്ടീഷ് കോളനി അല്ലാത്ത രാജ്യങ്ങൾ കോമൺവെൽത്തിൽ അംഗങ്ങളായിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾ ഇതൊക്കെ മൊസംബിക്കും റുവാണ്ടയും. കോമൺവെൽത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹരോൾഡ് വിൽസൺ ആണ്. കോമൺവെൽത്ത് ദിനമായി കണക്കാക്കുന്നത് മെയ് 24. മറക്കരുത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? മുൻ ക്ലാസ്സിൽ പഠിച്ചു റെഡ് ക്രോസ് ദിനമായി കണക്കാക്കുന്നത് മെയ് 8 ആണ്. ഇവിടെ കോമൺവെൽത്ത് ദിനമായി കണക്കാക്കുന്നത് മെയ് 24. ഐക്യരാഷ്ട്രസഭ ദിനമായി കണക്കാക്കുന്നത് ഒക്ടോബർ 24 അല്ലെ? ഗഡ്. അടുത്ത് നമ്മൾ പറയുന്നു ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഇംപീരിയൽ സമ്മേളനത്തിൽ. ഈ ഇംപീരിയൽ സമ്മേളനം നടക്കുന്നത് ഏത് വർഷമാണ്? 1926 ഇവിടെ വെച്ച് ലണ്ടനിൽ വെച്ച്. ഓക്കെ. അപ്പോ കോമൺവെൽത്ത് എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ട സമ്മേളനം ഏതാ? ഇംപീരിയൽ സമ്മേളനം ഏത് വർഷം നടന്നു? 1926 നടന്നു. എവിടെ നടന്നു? ലണ്ടനിൽ നടന്നു. ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ആരാ? ഹരോൾഡ് വിൽസൺ. അതുകൊണ്ടാണ് ഹരോൾഡ് വിൽസനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കുക. നമ്മുടെ ഹരോൾഡ് വിൽസൺ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തെ വിളിച്ചു ചേർത്ത ഇംപീരിയൽ സമ്മേളനം 1926 ലണ്ടനിൽ വെച്ച് ചേർന്നു. ഈ സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനമാണ് ബൽഫോർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുക. കേട്ടോ? അപ്പോ 1926 ലണ്ടനിൽ വെച്ച് നടന്ന ഇംപീരിയൽ സമ്മേളനത്തിൽ കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബൽഫോർ പ്രഖ്യാപനം. അപ്പൊ PSC ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ബൽഫോർ പ്രഖ്യാപനം കോമൺവെൽത്ത് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ. ഏത് വർഷത്തെ പ്രഖ്യാപനം? 1926 1926 ബൽഫോർ പ്രഖ്യാപനം 1926 ഇംപീരിയൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോമൺവെൽത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച്. ഓക്കെ. അങ്ങനെ കോമൺവെൽത്ത് എന്ന സംഘടന സ്ഥാപിതമായത്, ചർച്ച ചെയ്യപ്പെടുന്നതും ആശയം അവതരിപ്പിക്കപ്പെടുന്നതും രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും 1926 സ്ഥാപിതമായത് 1931
ഏത് ഉടമ്പടി പ്രകാരം? വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. അപ്പൊ കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കുവാൻ ആദ്യഘട്ട ചർച്ചകൾ നടക്കുന്നത് 1926 ഇമ്പീരിയൽ സമ്മേളനത്തിൽ വെച്ച്. തുടർന്ന് കോമൺവെൽത്ത് എന്ന സംഘടന സ്ഥാപിതമായത് 1931 വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് മാൽബറോ ഹൗസ് എന്നും. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എന്താ? മാൽബറോ ഹൗസ്. കോമൺവെൽത്തിലെ അംഗരാജ്യങ്ങൾ 54 കോമൺവെൽത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യമാണ് ഫിജി 2006. ഇതിനു മുമ്പ് ഫിജിയെ പുറത്താക്കിയിട്ടുണ്ടോ? ഉണ്ടെന്നേ. ഇടയ്ക്കിടയ്ക്ക് പുറത്താക്കും. കാരണം ഈ ഫിജി അവസാനമായി പുറത്താക്കപ്പെട്ടത് ഫിജി എന്ന് നമ്മൾ പറയുന്നു. ഫിജിയില് പട്ടാള അട്ടിമറിയിലൂടെ പലപ്പോഴും അധികാര കൈമാറ്റം നടക്കാറുണ്ട്. ഫിജിയിലുണ്ടായ പട്ടാള അട്ടിമറിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിമർശനാത്മകമായിട്ടാണ് കോമൺവെൽത്തിൽ നിന്ന് ആരെ പുറത്താക്കിയത്? 2006 ഫിജി എന്ന രാജ്യത്തെ പുറത്താക്കിയത്. സ്വമേധയാ വിട്ടുപോയ രാജ്യങ്ങൾ, കോമൺവെൽത്തിൽ നിന്ന് സ്വമേധയാ വിട്ടുപോയ 2 രാജ്യങ്ങളാണ് അയർലൻഡ്, സിംബാബ്വെ എന്നിവ. അപ്പോൾ കോമൺവെൽത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യം ഫിജിയാണ് 2006. എന്നാൽ സ്വയം വിട്ടുപോയ രാജ്യങ്ങളാണ് ഏതൊക്കെ? അയർലൻഡ്, സിംബാബ്വെ എന്നിവ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കണമെന്ന ആശയം രൂപം കൊണ്ടത് 1926 ലണ്ടനിൽ നടന്ന ഇമ്പീരിയൽ സമ്മേളനത്തിൽ. ഈ സമ്മേളനത്തിൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടായി ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കും. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുമെന്ന പ്രഖ്യാപനത്തെ നമ്മൾ ബൽഫോർ പ്രഖ്യാപനം എന്നാണ് വിശേഷിപ്പിക്കുക. ബൽഫോർ പ്രഖ്യാപനം നടന്നത് ഏത് വർഷമാണ്? 1926 ഇമ്പീരിയൽ സമ്മേളനത്തെ തുടർന്ന്. അങ്ങനെ കോമൺവെൽത്ത് എന്ന സംഘടന സ്ഥാപിതമായത് 1931 ഏത് ഉടമ്പടി പ്രകാരം? വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. ആസ്ഥാനം ലണ്ടനിലെ മാൽബറോ ഹൗസ് ആണ്. അംഗങ്ങൾ 54. പുറത്താക്കപ്പെട്ട രാജ്യം ഫിജി 2006. സ്വയം വിട്ടുപോയ രാജ്യങ്ങൾ അയർലൻഡും സിംബാബ്വേയും. പ്രതീകാത്മക തലവൻ ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവായിരിക്കും. കോമൺവെൽത്ത് അംഗരാജ്യങ്ങളുടെ പ്രതീകാത്മക തലവൻ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയായിരിക്കും. ഔദ്യോഗിക ഭാഷ ബ്രിട്ടീഷുകാരിലെ തുടക്കം കുറിച്ച്. അപ്പോൾ ഔദ്യോഗിക ഭാഷ എന്ത് തന്നെ? ഇംഗ്ലീഷ് തന്നെ. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിതമായത് 1965. ഐക്യരാഷ്ട്രസഭയ്ക്ക് സെക്രട്ടേറിയറ്റ് ഉള്ളതുപോലെ പിൽക്കാലത്ത് രൂപീകരിച്ചത് 1931 കോമൺവെൽത്തിന്റെ സെക്രട്ടേറിയറ്റ് സ്ഥാപിതമായത് 1965. ആദ്യ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അർണോൾഡ് സ്മിത്ത് എന്ന കാനഡക്കാരൻ. നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഷെർലി ബോച്ച്വേ, ആഫ്രിക്കൻ വനിതയാണ് കേട്ടോ. ഷെർലി ബോച്ച്വേ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി ബോച്ച്വേ. ഷെർലി ബോച്ച്വേ. നമ്മൾ മലയാളത്തിൽ എഴുതും ബോച്ച്വേ എന്ന് പറയും. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബോഷ്വേ എന്നാണ് പറയുക. ഷെർലി ബോച്ച്വേ കേട്ടോ. പോട്ടെ. അപ്പോൾ മനസ്സിലാക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പ്രതീകാത്മകത തലവൻ എപ്പോഴും ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവായിരിക്കും. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിതമായത് 1965. ആദ്യ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അർണോൾഡ് സ്മിത്ത് എന്ന കാനഡക്കാരൻ. നിലവിലെ സെക്രട്ടറി ജനറൽ ഷെർലി ബോച്ച്വേ. ഷെർലി ബോച്ച്വേ ആഫ്രിക്കൻ വനിതയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി ബോച്ച്വേ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കോമൺവെൽത്ത് എന്ന സംഘടനയെ കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 സ്ലൈഡിലൂടെ പഠിച്ചു. അത് 3 റിവിഷൻ ചെയ്തിട്ട് ബാക്കിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ അല്ലേ? ഗുഡ്. കോമൺവെൽത്ത്. കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ. എന്നാൽ ബ്രിട്ടീഷ് കോളനി അല്ലാത്ത അംഗരാജ്യമുണ്ട്. ഇതൊക്കെ മൊസംബിക്കും റുവാണ്ടയും. കോമൺവെൽത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഹാരോൾഡ് വിൽസൺ. കോമൺവെൽത്ത് ദിനമായി കണക്കാക്കുന്നത് മെയ് 24. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഹാരോൾഡ് വിൽസന്റെ കാലഘട്ടത്താണ് കോമൺവെൽത്ത് എന്ന ആശയം ഉദയം ചെയ്ത ഇമ്പീരിയൽ സമ്മേളനം 1926 ലണ്ടനിൽ വിളിച്ചു ചേർത്തത്. ഈ സമ്മേളനത്തിൽ ഈ ആശയം അവതരിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഈ പ്രഖ്യാപനം ബൽഫോർ പ്രഖ്യാപനം എന്നറിയപ്പെട്ടു. അപ്പോൾ കോമൺവെൽത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബൽഫോർ പ്രഖ്യാപനം. കോമൺവെൽത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇമ്പീരിയൽ സമ്മേളനം. രണ്ടും ഏത് വർഷമാണ്? 1926. എന്നാൽ
കോമൺവെൽത്ത് എന്ന സംഘടന സ്ഥാപിതമായതെന്ന് 1931 ഏത് ഉടമ്പടി പ്രകാരം? വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ മാൽബറോ ഹൗസ് ആണ്. അംഗരാജ്യങ്ങളുടെ എണ്ണം 54. പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഫിജിയാണ് 2006. സ്വയം വിട്ടുപോയ രാജ്യങ്ങളാണ് അയർലൻഡ്, സിംബാബ്വെ. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പ്രതീകാത്മക തലവൻ ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവായിരിക്കും. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിതമായത് 1965. തുടർന്ന് ആദ്യ സെക്രട്ടറി ജനറലായി നിയമിക്കപ്പെട്ടത് അർണോൾഡ് സ്മിത്ത് എന്ന കാനഡക്കാരനും നിലവിലെ സെക്രട്ടറി ജനറൽ ആഫ്രിക്കൻ വനിതയായ ഷെർലി ബോഷ്വിയാണ്. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി ബോഷ്വി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നു കോമൺവെൽത്ത് അംഗരാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം ചൊഗം എന്ന പേരിലാണ് അറിയപ്പെടുക. CHOGM. നമ്മൾ ചൊഗം എന്ന് വിളിക്കും. അതിൻ്റെ ഇടയിൽ എന്ന ആൽഫബറ്റ് ഒന്നും ഇല്ല എങ്കിലും CHOGAGM ചൊഗം എന്നാണ് വിളിക്കുക. മലയാളത്തില് ചോഗം എന്ന് വിളിക്കും. മലയാളത്തില് ചോഗം എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോ ചോഗം അഥവാ ചോഗം. അതിൽ എ ഇല്ല എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക. CHOGM അത്രയേ ഉള്ളൂ. അതിന്റെ പൂർണ്ണമായ പേര് കോമൺവെൽത്ത്. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് എന്നതാണ് ചോഗത്തിന്റെ പൂർണ്ണമായ പേര്. കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് 2 വർഷത്തിലൊരിക്കലാണ് നടത്തപ്പെടുക. 2 വർഷത്തിലൊരിക്കലാണ് നടത്തപ്പെടുക. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടന്നത് 1983 ഗോവയിലായിരുന്നു. ഏകദേശം 2 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടും. ആദ്യമായി ഇന്ത്യയിൽ വെച്ച് നടന്നത് 1983 ഗോവ. 2024 സമ്മേളനം നടന്നത് സമോവയിലും 2026 സമ്മേളനം നടക്കുന്നത് ആന്റിഗോ ബാർബുഡയിലുമാണ്. ആന്റിഗോ ബാർബുഡ. ഓക്കെ. അപ്പോ കോമൺവെൽത്ത് അംഗരാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ സമ്മേളനം ചൊഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചൊഗത്തിന്റെ പൂർണ്ണമായ പേര് കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്. 2 വർഷത്തിലൊരിക്കലാണ് നടത്തപ്പെടുക. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി കോമൺവെൽത്തിന്റെ ചൊഗം എന്ന സമ്മേളനം നടക്കുന്നത് 1983 ഗോവയിൽ വെച്ച്. 2024 സമ്മേളനം നടക്കുന്നത് സമോവയിലാണ്. 2026 സമ്മേളനം നടക്കാൻ പോകുന്നത് എവിടെ? ആന്റിഗോ ബാർബുഡയിൽ വെച്ച്. ആന്റിഗോ ബാർബുഡയിൽ വെച്ച്. ഓക്കെ അല്ലേ? കോമൺവെൽത്ത് രാജ്യങ്ങളിലുള്ള നയതന്ത്ര പ്രതിനിധികൾ എന്ത് പേരിൽ അറിയപ്പെടും? ഹൈ കമ്മീഷണർമാർ എന്നറിയപ്പെടും. ഓക്കെ. അപ്പോൾ കോമൺവെൽത്ത് അംഗരാജ്യങ്ങളിലുള്ള നയതന്ത്ര പ്രതിനിധികൾ പരസ്പരം ഹൈ കമ്മീഷണർമാർ എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികൾ അംബാസിഡർ എന്നാണ് അറിയപ്പെടുക. ഓക്കെ. അതായത് കോമൺവെൽത്ത് അംഗരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ പരസ്പരം അറിയപ്പെടുന്നത് ഹൈ കമ്മീഷണർമാർ എന്നാണ്. ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രതിനിധി ഇംഗ്ലണ്ടിലുണ്ട്. ഇന്ത്യയുടെ ഒരു വിദേശകാര്യ പ്രതിനിധി, നയതന്ത്ര പ്രതിനിധി ഇംഗ്ലണ്ടിൽ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇംഗ്ലീഷ് ഹൈ കമ്മീഷണർ എന്ന് വിളിക്കും. കോമൺവെൽത്തിൽ അംഗരാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധി ഇന്ത്യയിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കും? പാക് ഹൈ കമ്മീഷണർ എന്ന് വിളിക്കും. മനസ്സിലായോ? കോമൺവെൽത്ത് അംഗരാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളിലെ പ്രതിനിധികളാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നത് അംബാസിഡർ എന്നാണ്. ഓക്കെ. ഇന്ത്യയിലെ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂർ സംസ്ഥാനത്തുമാണ്. അവസാനം നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും ഈ 2 സ്ഥലത്തുള്ള കാര്യങ്ങൾ അല്ലെ? ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം ചൊഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. പൂർണ്ണമായ പേര് കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്. 2 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി നടന്നത് 1983 ഗോവയിൽ വെച്ച്. 2024 സമ്മേളനം നടന്നത് സമോവയിൽ വെച്ചും 2024 സമ്മേളനം നടക്കാൻ പോകുന്നത് ആന്റിഗോ ബാർബുഡ എന്ന സ്ഥലത്ത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ അറിയപ്പെടുന്നത് ഹൈ കമ്മീഷണർമാർ എന്നാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ അറിയപ്പെടുന്നത് അംബാസിഡർ. ഇന്ത്യയിലെ പ്രസിദ്ധമായ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലുമാണ്. കോമൺവെൽത്തിലെ അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെടുക.
കോമൺവെൽത്തിലെ അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടത്തപ്പെട്ടത് 1930 കാനഡയുടെ ഹാമിൽട്ടണിൽ വെച്ചാണ്. കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിച്ചത് 31-ലല്ലേ? പിന്നെ എങ്ങനെ അതിനു മുൻപ് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കായിക മാമാങ്കം നടത്താനായിട്ട് കഴിയും? പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 1926-ലെ ഇംപീരിയൽ സമ്മേളനത്തിൽ വെച്ച് കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു. കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഈ ഇംപീരിയൽ സമ്മേളനത്തിന് ശേഷം നടന്ന ബൽഫോർ പ്രഖ്യാപനത്തിലാണ്. ശരിയാണ്. അപ്പൊ ബൽഫോർ പ്രഖ്യാപനം 26 അപ്പൊ തന്നെ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനൊരു പരസ്യം കൊടുക്കണ്ടേ? ഇതിന്റെ രാഷ്ട്രീയ പ്രചരണം നടത്തണ്ടേ? അതിനു വേണ്ടിയിട്ട് 1930 കോമൺവെൽത്ത് എന്ന ഗെയിംസിന് തുടക്കം കുറിച്ച് തുടർന്ന് തൊട്ടടുത്ത വർഷം കോമൺവെൽത്ത് എന്ന സംഘടന ഔദ്യോഗികമായി 1931 നിലവിൽ വന്നു. ഓക്കെ. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ ആണ്. എന്നാൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഷ്ലി കൂപ്പറും. അത് മാറിപ്പോകാതിരിക്കുക. കോമൺവെൽത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഹരോൾഡ് വിൽസൺ ആണ്. എന്നാൽ കോമൺവെൽത്തിന്റെ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഷ്ലി കൂപ്പറുമാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യുന്ന സ്ലൈഡ്. കോമൺവെൽത്തിലെ അംഗരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്നറിയപ്പെടുക. ആദ്യ ഗെയിംസ് നടന്നത് 1930 കാനഡയിലെ ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഷ്ലി കൂപ്പറുമാണ്. സെറ്റാണ്. ഗഡ്. അടുത്ത സംഘടനയിലേക്ക് നമ്മൾ പോകുന്നു. ചേരിചേര പ്രസ്ഥാനം. നമ്മൾ ചുരുക്കി അതിനെ നാം എന്ന് വിളിക്കാറുണ്ട്. നാം എന്നതിന്റെ പൂർണ്ണമായ പേര് നോൺ അലൈൻഡ് മൂവ്മെന്റ്. നോൺ അലൈൻഡ് മൂവ്മെന്റ്. നാം. ചേരിചേര പ്രസ്ഥാനം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട ശീതയുദ്ധ സമര കാലഘട്ടത്ത് അമേരിക്കയുടെയും USSRന്റെയും നേതൃത്വത്തിൽ രണ്ട് ചേരികൾ രൂപം കൊണ്ടു. അമേരിക്കൻ ചേരി മുതലാളിത്ത ചേരി എന്നും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ചേരി സോഷ്യലിസ്റ്റ് ചേരി എന്നും അറിയപ്പെട്ടു. അമേരിക്കയുടെ പിന്നാലെ മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കൻ സഖ്യത്തിൽ അംഗമായി. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെയും. അങ്ങനെ രണ്ട് ധ്രുവലോകങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് പറയാം. ഈ രണ്ട് ധ്രുവലോകങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ ആശയത്തിലുള്ള രണ്ട് ചേരികളിൽ ഉൾപ്പെടാതെ സ്വതന്ത്രമായി നിൽക്കുവാനും എന്നാൽ എല്ലാ രാജ്യങ്ങളുമായും സഹകരണത്തിൽ ഏർപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയും രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ചേരിചേര പ്രസ്ഥാനം. ശീതസമര കാലഘട്ടത്ത് അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് ചേരിയിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്ത്? ചേരിചേര പ്രസ്ഥാനം. എന്നാൽ ഈ ചേരിചേര പ്രസ്ഥാനത്തിലെ അംഗരാജ്യങ്ങൾ ഈ ശീതസമര കാലഘട്ടത്തിലുണ്ടായിരുന്ന അമേരിക്കൻ ചേരിയിലെ അംഗരാജ്യങ്ങളുമായി എന്തെങ്കിലും വ്യാപാര മറ്റ് ഉടമ്പടിയിൽ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിൽ ടെൻഷനൊന്നുമില്ല. കൃത്യമായി മനസ്സിലാവണം. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ ചേരിയുമായി കരാറൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ആ കൂട്ടായ്മയിൽ ചേരില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. ആ കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങളുമായി സഹകരണം ഉണ്ടോ? ഉണ്ട്. അതിന് മാറ്റമില്ല കേട്ടോ. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പഞ്ചശീല തത്വം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പഞ്ചശീല തത്വമാണ്. ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോനായിരുന്നു. VK കൃഷ്ണമേനോനാണ് ആശയം മുന്നോട്ട് വെച്ചത്. ഈ ആശയപ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ സംഘടന രൂപീകരിക്കുവാനായിട്ട് നേതൃത്വം വഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. ആ സമയത്താണ് ചൈന ആരോപിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന് ബുദ്ധി ഉപേക്ഷിച്ചു കൊടുക്കുന്നത് VK കൃഷ്ണമേനോനാണ്. അത് മെച്ചപ്പെട്ട ഉപദേശമല്ല എന്നും ചൈന പറയുകയുണ്ടായി. എന്നിട്ട് ചൈന VK കൃഷ്ണമേനോനെ ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നാണ് വിശേഷിപ്പിക്കുക. റാസ്പുട്ടിനാണ് നമുക്കറിയാം ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അല്ലെ? അപ്പോ ഓർമ്മിക്കുക, ഇന്ത്യൻ റാസ്പുട്ടിൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? VK കൃഷ്ണമേനോനാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ചൈനയുമാണ്. അപ്പോ VK കൃഷ്ണമേനോനാണ് ആർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് എന്ന് ആരോപിച്ചുകൊണ്ട്. പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. നമ്മളെ കാര്യം നേരത്തെ പഠിച്ചിട്ടുമുണ്ട് അല്ലെ? ചേരിചേര പ്രസ്ഥാനം ശീതസമര കാലഘട്ടത്ത് അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് ചേരിയിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്താ?
ചേരിചേര പ്രസ്ഥാനം എന്നറിയപ്പെടുക. ചേരിചേര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങൾ. ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വി.കെ. കൃഷ്ണമേനോൻ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമ്മേളനം നടന്നത് 1955 ബാന്തോങ്ങിലായിരുന്നു. അത് ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി എന്നാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമ്മേളനം നടത്തിയത്. അതുകൊണ്ട് അത് ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി എന്നറിയപ്പെടുന്നു. ഈ ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? ബാന്തോങ്ങിൽ വെച്ച്. ഏത് വർഷം? 1955. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് നമ്മൾ വിളിക്കാറുണ്ട്? ബാന്തോങ് സമ്മേളനം എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ രൂപീകരണ സമ്മേളനം ബാന്തോങ് സമ്മേളനം 1955. അതിന്റെ ഔദ്യോഗിക പേര് ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി എന്നായിരുന്നു. ഈ ബാന്തോങ് സമ്മേളനത്തിൽ 23 രാജ്യങ്ങൾ പങ്കെടുത്തു. ഇതിന്റെ തുടർച്ചയെന്നോണം 1956 ജൂലൈയിൽ നടന്ന മറ്റൊരു സമ്മേളനമാണ് ബ്രിയോണി സമ്മേളനം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട 2 സമ്മേളനങ്ങൾ നടന്നു. ഒന്ന് 1955 ബാന്തോങ്ങിൽ, അതിന്റെ പേര് ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി. 2 1956 ജൂലൈയിൽ നടന്ന ബ്രിയോണി സമ്മേളനവും. PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിയോണി സമ്മേളനം ഏത് സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സംഘടനയുടെ? ചേരിചേര പ്രസ്ഥാനത്തിന്റെ. തുടർന്ന് ഔദ്യോഗിക സമ്മേളനം, ചേരിചേര പ്രസ്ഥാനം എന്ന സംഘടനയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് യുഗോസ്ലവിയയിലെ ബെൽഗ്രേഡിൽ വെച്ച്. ഏത് വർഷം? 1961. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1961 ആണ്. ഇവിടെ യുഗോസ്ലവിയയിലെ ബെൽഗ്രേഡിൽ വെച്ച്. ഈ ആദ്യ സമ്മേളനത്തിൽ, സംഘടനയുടെ ആദ്യ ഔദ്യോഗിക സമ്മേളനത്തിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. അതുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ചേരിചേര പ്രസ്ഥാനം ശീതസമര കാലഘട്ടത്തിൽ അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് ചേരിയിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മ. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് വി.കെ. കൃഷ്ണമേനോൻ. രൂപീകരണ സമ്മേളനം നടക്കുന്നത് 1955 ബാന്തോങ്ങിൽ വെച്ച്. ഔദ്യോഗികമായി ഇത് അറിയപ്പെടുന്നത് ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി എന്നാണ്. 23 രാജ്യങ്ങൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന മറ്റൊരു രൂപീകരണ സമ്മേളനമാണ് ബ്രിയോണി സമ്മേളനം. നടന്നത് 1956 ജൂലൈ മാസം. സംഘടന രൂപീകരിച്ച് ആദ്യ ഔദ്യോഗിക സമ്മേളനം നടക്കുന്നത് 1961 ഇവിടെ വെച്ച് യുഗോസ്ലവിയയിലെ ബെൽഗ്രേഡിൽ വെച്ച്. ഈ സമ്മേളനത്തിൽ 25 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും രാഷ്ട്രത്തലവന്മാരായിരിക്കും എന്നതുകൊണ്ടാണ് ലോക നേതാക്കൾ എന്ന് എടുത്ത് പറയുക. ഒന്ന്, ഇന്ത്യയുടെ ഭരണാധികാരിയായ ജവഹർലാൽ നെഹ്റു. ഈജിപ്തിന്റെ ഭരണാധികാരി ഗമാൽ അബ്ദുൽ നാസർ. യുഗോസ്ലവിയയുടെ ഭരണാധികാരിയായ ജോസഫ് ടിറ്റോ. ഇന്തോനേഷ്യൻ ഭരണാധികാരിയായ സുഗോർണോ. ഖാനയുടെ ഭരണാധികാരിയെ കൊമി ആൻഡ് ക്രൂമ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കൾ: ഇന്ത്യയുടെ ഭരണത്തലവനായ ജവഹർലാൽ നെഹ്റു. ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഗമാൽ അബ്ദുൽ നാസർ. യുഗോസ്ലവിയൻ ഭരണാധികാരിയായ ജോസഫ് ടിറ്റോ. ഇന്തോനേഷ്യൻ ഭരണാധികാരിയായ സുഗോർണോ. ഖാനയുടെ ഭരണാധികാരിയെ കൊമി ആൻഡ് ക്രൂമ. മറക്കില്ലാലോ. അടുത്ത് പറയുന്നു, ചേരിചേര പ്രസ്ഥാനത്തിന് സ്ഥിരമായ ഒരു ആസ്ഥാനമില്ല. ചേരിചേര പ്രസ്ഥാനത്തിന് സ്ഥിരമായ ഒരു ആസ്ഥാനമില്ല. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ രൂപീകരണ സമ്മേളനത്തിൽ, ബാന്തോങ് സമ്മേളനത്തിൽ 23 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. രൂപീകരിച്ച ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനത്തിൽ, ബെൽഗ്രേഡ് സമ്മേളനത്തിൽ 25 രാജ്യങ്ങളും. എന്നാൽ നിലവില് ചേരിചേര പ്രസ്ഥാനത്തിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 120 ആണ്. നിലവിലെ ചേരിചേര പ്രസ്ഥാനത്തിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 120 ആണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത്തെ സമ്മേളനം നടന്നത് 2024 ഉഗാണ്ടയിലാണ്. സാധാരണ 3 വർഷത്തിലൊരിക്കലാണ് സമ്മേളനം നടക്കുക. എവിടെയാണോ സമ്മേളനം നടക്കുന്നത് അവിടുത്തെ ഭരണാധികാരിയായിരിക്കും ഈ സമ്മേളനത്തിന്റെ പ്രതീകാത്മക തലവൻ. ഓക്കെ, ഏത് രാജ്യത്താണ് സമ്മേളനം നടക്കുന്നത് ആ രാജ്യത്തെ ഭരണാധികാരിയായിരിക്കും അടുത്ത 3 വർഷത്തേക്ക് പ്രതീകാത്മക തലവൻ. ഓക്കെ, 20ാം സമ്മേളനം നടക്കാൻ പോകുന്നത് ഇവിടെ വെച്ച് 2027 ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. 1983 ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ
ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഏത് വർഷോടാ? 1983. ഓക്കെ അല്ലേ? അപ്പൊ ചേരിചേര പ്രസ്ഥാനത്തിന് സ്ഥിരമായ ആസ്ഥാനമുണ്ടോ? ഇല്ല. നിലവിൽ അംഗരാജ്യങ്ങൾ എത്രയാ? 120. 19ാം സമ്മേളനം നടന്നത് ഉഗാണ്ടയിൽ വെച്ച് 2024. 20ാം സമ്മേളനം നടക്കുന്നത് 2027 ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച്. ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഏത് വർഷം? 1983. മറക്കില്ലല്ലോ. അടുത്ത് പറയുന്നു, നമ്മുടെ ചേരിചേര പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റിയാണ് ആഫ്രിക്ക ഫണ്ട്. ആഫ്രിക്ക ഫണ്ട് എന്ന് പറയുമ്പോൾ ആഫ്രിക്ക എന്ന വൻകരയെ സൂചിപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത്. അതിന്റെ പൂർണ്ണമായ പേര് ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇൻവാൻഷൻ, കൊളോണിയലിസം ആൻഡ് അപ്പാർത്തൈഡ് എന്നാണ്. ആഫ്രിക്ക ഫണ്ട് രൂപീകരിച്ചത് 1978. അതിന്റെ ആദ്യ ചെയർമാനെ നിയമിക്കപ്പെട്ടത് രാജീവ് ഗാന്ധിയുമായിരുന്നു. ഓക്കെ, മറക്കരുത്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റിയാണ് ആഫ്രിക്ക കമ്മിറ്റി. ആഫ്രിക്ക ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുക. രൂപീകരിച്ചത് 1978. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുമായിരുന്നു. ഇതോടുകൂടി ചേരിചേര പ്രസ്ഥാനം ഇവിടെ അവസാനിക്കുക. അപ്പൊ ചേരിചേര പ്രസ്ഥാനം പൂർണ്ണമായിട്ട് നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ചേരിചേര പ്രസ്ഥാനം നോൺ അലൈഡ് മൂവ്മെന്റ്. ശീതസമര കാലഘട്ടത്ത് അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് ചേരിയിലും വിടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മ. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഈ ഒരു സംഘടന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് വി.കെ. കൃഷ്ണമേനോൻ. രൂപീകരണ സമ്മേളനം നടന്നത് 1955 ബാന്തോങ്ങിൽ വെച്ച്. അത് ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി എന്നറിയപ്പെടുന്നു. 23 രാജ്യങ്ങൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന മറ്റൊരു രൂപീകരണ സമ്മേളനമാണ് ബ്രിയൂണി സമ്മേളനം 1956 ജൂലൈയിൽ. ആദ്യ ഔദ്യോഗിക സമ്മേളനം അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടത് 1961. അത് പ്രകാരമുള്ള ആദ്യ സമ്മേളനം നടന്നത് യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ച്. 25 രാജ്യങ്ങൾ പങ്കെടുത്തു. നേതൃത്വം നൽകിയ ലോക നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ്, ജോസഫ് ടിറ്റോ യുഗോസ്ലാവിയ, സിഗോർണോ ഇന്തോനേഷ്യൻ ഭരണാധികാരി, ഖൊമേൻ ക്രുമ ഘാന ഭരണാധികാരി. ഇവരുടെ നേതൃത്വത്തിലാണ് ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുക. ചേരിചേര പ്രസ്ഥാനത്തിന് സ്ഥിരമായ ഒരു ആസ്ഥാനമില്ല. നിലവിലെ അംഗരാജ്യങ്ങൾ 120. 19ാം സമ്മേളനം നടക്കുന്നത് ഉഗാണ്ടയിലാണ് 2024. 20ാം സമ്മേളനം നടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ 2027. ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഈ വർഷം 1983. അനുബന്ധ കമ്മിറ്റി ആഫ്രിക്ക ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. രൂപീകരിച്ചത് 1978. അതിന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുമായിരുന്നു. അപ്പൊ ഇന്ന ദിവസം പ്രധാനപ്പെട്ട 2 സംഘടനകളാണ് നമ്മൾ പഠിച്ചുറപ്പിച്ചത്. ഏതൊക്കെ? കോമൺവെൽത്ത് എന്ന സംഘടനയും അതോടൊപ്പം ചേരിചേര പ്രസ്ഥാനം. പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ അഥവാ ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ. ബ്രിട്ടീഷ് കോളനി അല്ലാത്ത അംഗരാജ്യങ്ങളാണ് മൊസംബിക്കും റുവാണ്ടയും. കോമൺവെൽത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് വിൽസൺ ആണ്. കോമൺവെൽത്ത് ദിനമായി കണക്കാക്കുന്നത് മെയ് 24. ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് 1926 ലണ്ടനിൽ നടന്ന ഇംപീരിയൽ സമ്മേളനത്തിൽ. കോമൺവെൽത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ബാൽഫോർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു. ഇത് ഇംപീരിയൽ സമ്മേളനത്തെ തുടർന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഔദ്യോഗികമായി കോമൺവെൽത്ത് എന്ന സംഘടന സ്ഥാപിതമായത് നിലവിൽ വന്നത് 1931 വെസ്റ്റ് മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടനിലാണ്. ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് മാൽബറി ഹൗസ്. നിലവിൽ അംഗരാജ്യങ്ങൾ 54. കോമൺവെൽത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യമാണ് ഫിജി 2006. അവിടെ പട്ടാള അട്ടിമറി ഉണ്ടായതിനെ തുടർന്ന്. സ്വയം വിട്ടുപോയ രാജ്യങ്ങളാണ് അയർലൻഡ്, സിംബാബ്വെ എന്നിവ. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പ്രതീകാത്മക തലവൻ ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവായിരിക്കും. അതായത് ഭരണത്തിൽ രാജ്ഞിയാണെങ്കിൽ രാജ്ഞി, ഭരണത്തിൽ രാജാവാണെങ്കിൽ രാജാവ്. ഓക്കെ. ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിതമായത് 1965 ആദ്യ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അർണോൾഡ് സ്മിത്ത് എന്ന കാനഡക്കാരനും നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഷെർലി ബോസ്വേ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി ബോസ്വേ. കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം ചോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. പൂർണ്ണമായ പേര് കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്. 2 വർഷത്തിലൊരിക്കലാണ് സമ്മേളനം നടക്കുക. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി ചോഗം സമ്മേളനം നടക്കുന്നത് 1983 ഗോവയിൽ വെച്ച്. 2024 സമ്മേളനം നടക്കുന്നത് സമോവയിലും 2026 സമ്മേളനം നടക്കുന്നത് ആന്റിഗ്വ ബാർബുഡ എന്ന സ്ഥലം. കോമൺവെൽത്ത് രാജ്യങ്ങളിലുള്ള
നയതന്ത്ര പ്രതിനിധികൾ അറിയപ്പെടുന്നത് ഹൈക്കമ്മീഷണർമാരെന്നും, എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ അറിയപ്പെടുന്നത് അംബാസിഡർ എന്നും. ഇന്ത്യയിലെ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരിലാണ്. കോമൺവെൽത്തിലെ അംഗരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്നറിയപ്പെടുക. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും വിസ്തൃതി കൂടിയ രാജ്യം കാനഡയാണ് കേട്ടോ. ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം അത് ഇന്ത്യയുമാണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഷ്ലി കൂപ്പറുമാണ്. സെറ്റാണേ. അടുത്ത നമ്മൾ പറഞ്ഞു ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻ മൂവ്മെന്റ്. ശീതസമര കാലഘട്ടത്ത് അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് ചേരിയിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മയാണത്. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് വി കെ കൃഷ്ണമേനോനുമാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമ്മേളനം നടന്നത് 1955 ബാന്തുങ്ങിൽ വെച്ച്. ആ സമ്മേളനം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി എന്നാണ്. 23 രാജ്യങ്ങളാണ് ഈ ബാന്തുങ് സമ്മേളനത്തിൽ അഥവാ ആഫ്രോ ഏഷ്യൻ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. തുടർന്ന് നടന്ന മറ്റൊരു രൂപീകരണ സമ്മേളനമാണ് ബ്രിയോണി സമ്മേളനം 1956 ജൂലൈ മാസം. അങ്ങനെ ചേരിചേര പ്രസ്ഥാനം നിലവിൽ വന്നത് 1961 നമ്മൾ പറയും. ആ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടക്കുന്നത് 1961 യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡ്. ഈ ബെൽഗ്രേഡിൽ വെച്ചാണ് ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ആദ്യ ഔദ്യോഗിക സമ്മേളനത്തിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണാധികാരി, ഗമൽ അബ്ദുൽ നാസർ ഈജിപ്ത് ഭരണാധികാരി, ജോസഫ് ടിറ്റോ യുഗോസ്ലോവിയൻ ഭരണാധികാരി, സുഗോർണോ ഇന്തോനേഷ്യൻ ഭരണാധികാരി, ഖൊമേൻ ക്രുമ ഘാന ഭരണാധികാരി. ചേരിചേര പ്രസ്ഥാനത്തിന് സ്ഥിരമായ ഒരു ആസ്ഥാനമില്ല. നിലവിൽ അംഗരാജ്യങ്ങൾ 120. 19ാം സമ്മേളനം നടക്കുന്നത് ഉഗാണ്ടയിൽ വെച്ച് 2024 നടന്നു. തുടർന്ന് അടുത്ത 3 വർഷം ഉഗാണ്ട ഭരണാധികാരിയായിരിക്കും ഇതിന്റെ കാര്യനിർവഹണ പ്രതിനിധി എന്നറിയപ്പെടുക. ആസ്ഥാനം ഈ ഒരു രാജ്യം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് സ്ഥിര ആസ്ഥാനമില്ലെന്ന് പറയുക. 20ാം സമ്മേളനം നടക്കാൻ പോകുന്നത് 2027 ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച്. ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഏത് വർഷം? 1983. സെറ്റാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റി ആഫ്രിക്ക ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. രൂപീകരിച്ചത് 1978. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. ഇന്നേ ദിവസം പ്രധാനപ്പെട്ട ഇന്ത്യ അംഗമായിട്ടുള്ള 2 അന്താരാഷ്ട്ര സംഘടനകൾ പഠിച്ചു. കോമൺവെൽത്ത് എന്ന സംഘടനയും കൂടാതെ ചേരിചേര പ്രസ്ഥാനവും. ഇത് ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കുറച്ച് സംഘടനകളോട് പഠിക്കാനുണ്ട്. അതോടുകൂടി അന്താരാഷ്ട്ര സംഘടനകൾ നമ്മൾ പഠിച്ച് പൂർത്തീകരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ലോക ചരിത്രം എന്ന ക്ലാസ് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇത്രയും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക.